എനിക്ക് സൗന്ദര്യ ഒരു ഫേസ് നമ്മൾ കിളിച്ചുണ്ടമ്മ അമ്പഴത്തിലെ ചില ഭാഗത്തൊക്കെ നോക്കുമ്പോ അങ്ങനെയുണ്ട്. ഒരു മുത്തം തരാൻ പറ്റൂലെന്നൊന്നും അന്റെ പോപ്പ പറഞ്ഞിട്ടില്ലല്ലോ. മേത്ത് തൊട്ട അപ്പ മയ്യത്താവുന്ന പറഞ്ഞാണ് കാള പന്നി. ഞാൻ ആ വീഡിയോ കണ്ടിട്ടാക്കിയാണ്ട് നമ്മൾ ഇട്ട് നമുക്ക് 4 മില്യൺ കിട്ടി എന്ന് വെച്ചാൽ ദേഹത്തോട്ടുള്ള കളിയൊന്നും വേണ്ട കജ്ജെടുക്കാറോ. ഓ ഞാൻ പിടിച്ചപ്പോ ആട്ടി മാറ്റി മറ്റോര് പിടിച്ചപ്പോ പറയട്ടെ. എനിക്ക് ജെസ്സിത്തെ കാണുമ്പം നമ്മളൊരു ആക്ട്രസിന് ഓർമ്മ വരുന്നത്. ആരെയാണെന്ന് ഗസ് ചെയ്യാവോ? ഈ കണ്ടോണ്ടിരിക്കുന്നവരൊന്ന് കമന്റ് ചെയ്യാൻ കേട്ടാ നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ പറയാം. എനിക്ക് സൗന്ദര്യ ഒരു ഫേസ് നമ്മൾ കിളിച്ചുണ്ടമ്മ അമ്പഴത്തിലെ സൗന്ദര്യം അവിടെ കിടക്കണേ, ഇവിടെ അവിടെ കിടക്കണേ. ഇല്ല, അങ്ങനെ ഉണ്ട്. ഫേസിൽ നല്ല മാച്ച് ഉണ്ട്. നിങ്ങളെപ്പോ ആൾക്കാര് ട്രോള് ഇല്ല, എന്തിനാ ട്രോളുന്നേ? നമ്മുടെ ഒരാളെ പോലെ കണ്ണാണല്ലേ ഇത് ചോദിക്കും. ഇല്ല, എനിക്ക് കണ്ണിന് കുറച്ച് കാഴ്ചക്കുറവുണ്ട്. കമന്റ് വന്ന് ഏറ്റവും കൂടുതൽ കമന്റ് നമ്മളെ എന്താണ് അനുസിത്താരെ ചേരുന്നുണ്ട് ലച്ചു തോന്നിയിട്ടുണ്ട്. പക്ഷെ എനിക്ക് കൂടുതൽ അങ്ങോട്ട് മാച്ചായിട്ട് തോന്നിട്ടുള്ള സൗന്ദര്യനെ പറഞ്ഞിരുന്നു എന്നോട്. പിന്നെ റീല് ചെയ്യാന് കിളിച്ചുണ്ടമ്പാമ്പഴത്തെ ആ പാട്ട് ചെയ്യാൻ പറഞ്ഞിരുന്നു. റിക്വസ്റ്റ് വീഡിയോ ആയിരുന്നു, ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ എനിക്ക് അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല. എനിക്ക് ജെസ്സി ആയിട്ട് തന്നെ തോന്നിയിട്ടുള്ളൂ. പക്ഷെ ഭയങ്കരമായിട്ടൊരു സിമിലാരിറ്റി ഉണ്ട്. ചില ഭാഗത്തൊക്കെ നോക്കുമ്പോ അങ്ങനെയുണ്ട്. ആരെങ്കിലും ശ്രദ്ധിച്ചവര് എനിക്ക് എന്തൊക്കെയോ എന്നാലൊരു കോംപ്ലിമെന്റ് എങ്കിലും പറയാറുന്നില്ല അങ്ങനെ ഉണ്ട് എന്നൊക്കെ. ഇക്ക റൊമാൻറ്റിക് അല്ലേ ആണോ? എന്നാ നമുക്ക് ആ സിനിമയിലെ ഡയലോഗ് ഒന്ന് ചെയ്യിപ്പിച്ചാലോ? ഏത് സിനിമ? മറ്റേ വിനീത് സാർ അല്ല സോറി ശ്രീനിവാസൻ സാറ് പറയാറുണ്ട്. മറ്റേ അത് നമ്മൾ ചെയ്തിട്ടുണ്ടല്ലോ. ഇപ്പൊ ലൈവായിട്ട് നമുക്കൊരു ഇത് കാണാൻ പറ്റും. ഒരു മുത്തം തരാൻ പറ്റൂലെന്നൊന്നും അന്റെ പോപ്പ പറഞ്ഞിട്ടില്ലല്ലോ. മേത്ത് തൊട്ട അപ്പ മയ്യത്താവുന്ന പറഞ്ഞാണ്. കാള പന്നി. ശരിക്കും അങ്ങനെ പറഞ്ഞപ്പോഴത്തേക്ക് ഇപ്പം ഇനിയൊരു കാര്യം ചോദിക്കുകയാണെങ്കിൽ ഇപ്പൊ ഇക്കൊക്കെയാണ് ഏറ്റവും കൂടുതൽ വിമർശനങ്ങൾ കേട്ടിട്ടുള്ളത്, ഇപ്പം കേൾക്കാറുണ്ടല്ലോ. അപ്പോൾ അതിൽ വേറൊരു കാര്യമാണ് ഇപ്പൊ റിസൾട്ടിൽ നിന്ന് സിദ്ദിഖിക്കയുടെ ഒരു കാര്യം, കാരണം ദേഹത്ത് കൈവച്ചപ്പോ എടുക്കാൻ പറഞ്ഞിട്ടുള്ള കാര്യം. അപ്പൊ ആ ഒരു കാര്യത്തിനെ കുറിച്ച് എന്താണ് ഇക്കൊക്കെ പറയാനുള്ളത്? അത് പറഞ്ഞാല് ഞാനന്ന് മേരറ്റോട്ടിൽ എറണാകുളത്തേക്ക് വന്നപ്പോൾ മേരറ്റോട്ടിൽ ഇവിടെ ഒരുപാട് നടന്മാരുണ്ട്, അവിടെ കണ്ടമാനം നടന്മാരുണ്ട്. അപ്പൊ അങ്ങനെ മമ്മൂക്ക വന്നു. മമ്മൂക്ക വന്നപ്പോൾ മമ്മൂക്കാനെ ഒന്നും ഫോട്ടോ എടുക്കാൻ അയച്ചിട്ടൊന്നുമില്ല. ഈ പറഞ്ഞ നടന്മാരൊക്കെ വലുതാക്കി നമ്മളെ പോലത്തെ സാധാരണക്കാരാണ്, അല്ലാതെ പോലെ പിന്നെ വേറെ ആരൊന്നും ഇതാക്കി. അപ്പൊ നമ്മള് ഫോട്ടോ എടുക്കുമ്പോൾ ഒരു വീഡിയോ എടുക്കുമ്പോൾ എന്തായിട്ട് ഒക്കെ തട്ടി മാറ്റിയ കാര്യം നമ്മളെല്ലാവരും തട്ടി മാറ്റിയാണ്ട് ഒരു വണ്ടി കയറും. പക്ഷെ ഞാൻ ആ വീഡിയോ കണ്ടിട്ടാക്കിയാണ്ട് നമ്മളിട്ട് നമുക്ക് 4 മില്യൺ കിട്ടി. 4 മില്യൺ ആൾക്കാരാണ് കണ്ട്. അതിലാണ് അവിടെ സിദ്ദീഖ് ഖാനെ കണ്ട്. സിദ്ദീഖ് ഖാനെ കണ്ടപ്പോ ഞാൻ പറഞ്ഞു ക്യാമറ ഓണാക്കിയാണ്ട് ഇത് പോയത് അടാച്ചു വീഡിയോ ഒന്ന് ഓണാക്കിയിട്ട് ഞാൻ ഇന്ന് മൂപ്പരത്ത് പോയാണ്ട് ഒരു വീഡിയോ ഞാൻ റീലിടാൻ വേണ്ടിയാണ്ട് മൂപ്പര് ഡയലോഗ് കൊടുക്കാനുള്ള ഒരു പരിപാടിക്ക് അതിലങ്ങനെ പോയാണ്ട് പിന്നെ ഒരു ഫോട്ടോ നമ്മളിങ്ങനെ പാണ്ടിക്കാട് കുഞ്ഞാണ്, ഞാൻ മലപ്പുറത്തുനിന്ന് വരികയാണ്, പാണ്ടിക്കാട് നിന്ന് ഒരു ഫോട്ടോ എടുത്തോട്ടെ പറഞ്ഞു. അതിൽ നമ്മൾ സാധാരണ ഇങ്ങനെയല്ല നമ്മൾ വെക്കണത്. ഇപ്പൊ ഒരു എത്രയോ ആൾക്കാർ പോകണം, നമ്മൾ ജസ്റ്റ് ഒന്ന് ബേക്കറി ഒന്ന് കജ്ജക്കും ഇല്ലേ, ജസ്റ്റ് ഒന്ന് ബേക്കറി കജ്ജച്ച് കണ്ടാൽ കാരണം ഒരു സെൽഫി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ എടുത്താണ്ടുള്ളൂ നമ്മൾ സെൽഫി എടുക്കുക. അപ്പൊ അതേമാതിരി എന്നോട് എന്ന് വെച്ചാൽ ദേഹത്തോട്ടുള്ള കളിയൊന്നും വേണ്ട കജ്ജെടുക്കാറോ. പക്ഷെ പിറ്റേന്ന് ഞാൻ അതിന് വോയിസ് ഓവർ ആയിട്ട് കൊടുത്തു. സിദ്ദീഖ് ഖാനെ കണ്ടു, വാള് ഭയങ്കര കൂളാണ്. പക്ഷെ അതിൽ ഒരുപാട് കമന്റ് ഉണ്ട്, ഇതിന്റെ ശരിക്കില്ല ഒറിജിനൽ സൗണ്ട് ചെന്തുകൊണ്ട് കട്ട് ചെയ്ത് പറഞ്ഞിട്ടുണ്ട് സിദ്ദീഖ്. പക്ഷെ ഞാൻ അന്നാ പറഞ്ഞ ഡയലോഗ് ഒരുപാട് കമന്റ് ആ വീഡിയോ ഇപ്പോൾ നോക്കിയാൽ സിദ്ദീഖ് എന്നെ ആട്ടി വിട്ടിക്കാണ്, മേത്ത് തുടണ്ടാന്നാണ് പറഞ്ഞത്. ഇപ്പം വന്ന് ഞങ്ങൾക്ക് മനസ്സിലായിട്ട് കയറും ഒരുപാട് പറഞ്ഞു. പക്ഷെ ഞാൻ അതിനൊന്നും തീർത്തല്ല. പിന്നെയാണ് സിദ്ദീഖ് ഖാന്റെ വിഷയം വന്നത്. പക്ഷെ അത് അയാളെ പേഴ്സണൽ കാര്യം, അതിലൊന്നും പിന്നെ ഞാന് ഇടപെട്ടിട്ടില്ല. ശേഷം അതില് ഞാൻ തട്ടി ഞാനാണെങ്കിൽ വെറുതെ മൂപ്പര് ഏതായാലും നിക്കല്ലേ,
അപ്പോ ഏതോ ഒരു സിനിമ നടിന്റെ തോളത്ത് കജ്ജക്കണ ഒരു വീഡിയോ കണ്ടു, അയാൾ അങ്ങോട്ടും പിടിച്ചു. അതിലാണ് ഞാൻ ഈ വീഡിയോ കണ്ടപ്പോഴാണ് ഇതൊന്ന് കണ്ടന്റ് ആക്കിയാൽ കൊള്ളാം എന്നുണ്ട്. ഞാൻ പിടിച്ചപ്പോ ആട്ടി മാറ്റി മറ്റൊരു പിടിച്ചപ്പോ ഇതാക്കിയെന്ന് പറഞ്ഞാൽ ആ ഒരു ഇതുള്ളൂ ഞാൻ ഇട്ടിട്ട്, അല്ലാതെ മൂപ്പര വേറ്റന്റെ കാര്യങ്ങളും വലിച്ചിട്ട് കണ്ട് അതിപ്പോ എന്താ സത്യം ഏതാ സത്യം എന്നില്ല സിദ്ധിക്കാണ്ട് നമുക്ക് അറിയാത്ത കാര്യങ്ങളാണ്. അതിനെ കുറിച്ച് നമ്മൾ പറയാൻ അർഹനല്ല. അപ്പൊ അങ്ങനെ ഒരു വീഡിയോ എടുത്തിട്ടു മാത്രമേ ഉള്ളൂ.